ഹലോ, നമുക്കൊരു കടലക്കറി ഉണ്ടാക്കിയാലോ ഇന്ന്. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കടലക്കറിയാണ്. ഇതിനു മുന്നേ ഞാനൊരു കടലക്കറി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. കടലക്കറി പല രീതിയിൽ വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച കടലയാണ്. അതെല്ലാം നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കുതിർന്നിരിക്കുക. അപ്പോൾ കുക്കറിനകത്തോട്ടിട്ട് അതിന് ആവശ്യത്തിന് വെള്ളവും ഒക്കെ ഒഴിച്ച് ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 2 ചെറിയ സവാള, ഒരു വലിയ തക്കാളിയുടെ പകുതി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം അരിഞ്ഞ് ഒരു നമ്മൾ സാധാരണ അരിയുന്ന പോലെ അരിഞ്ഞ് ഇതും കൂടെ ഈ കുക്കറിനകത്തോട്ട് ഈ കടലയുടെ കൂടെ ചേർക്കണം. എന്നിട്ടാണ് വേവിക്കുന്നത്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വഴറ്റാനൊന്നും പോകണ്ട. ഇത് ഇതുപോലെ ഇട്ട് കടലയുടെ കൂടെ അങ്ങ് വെന്ത് കിട്ടും നമുക്ക്. അപ്പം ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ടേസ്റ്റി ആയിരിക്കും ഈ കടലക്കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളാണ്, പെട്ടെന്നുണ്ടാകും. കടല വെന്ത് കിട്ടുന്നത് താമസമേ ഉള്ളൂ. അപ്പം നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 4-5 വിസിലെടുക്കണം. ഓരോരുത്തരുടെ ആ ഒരു ഞാനിവിടെ മീഡിയം ഫ്ലെയിമുള്ള ഗ്യാസിനാണ് വെച്ചത്. അപ്പോൾ അതൊരു 6-7 വിസിലെടുത്തു ഞാൻ. കടല ആയതുകൊണ്ട് നല്ലപോലെ വേവണമല്ലോ. അപ്പം നോക്കി ആ കടല വേവുന്ന പരുവം അറിയാമല്ലോ എല്ലാവർക്കും. ആ ഒരു രീതിയിൽ എടുക്കുക. ഇനിയിപ്പം കടല വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവിയത്, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും എടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ആ കടലയും കൂടെ കുറച്ചെടുക്കണം അരപ്പിൻ്റെ കൂടെ ചേർക്കാൻ. ഇതെല്ലാം കൂടി ഇട്ടാണ് അരയ്ക്കുന്നത്. ഈ കടലയും കൂടെ ഇതിൻ്റെ കൂടെ അരച്ചാൽ നല്ല കൊഴുപ്പും കിട്ടും, നല്ല തിക്കായിരിക്കും ഗ്രേവി. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഞാൻ അരച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്ന് കാണിക്കാം ഞാൻ. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം അടിപൊളിയായിട്ടുള്ളൊരു കടലക്കറിയാണിത്. പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച കടല ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇതിൻ്റെ കൂടെ ഈ അരപ്പ് കൂടെ ചേർക്കണം. ഞാൻ വേവിച്ച് വെച്ച കടലയും ഈ അരപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അതിനകത്ത് മിക്സിയുടെ ജാറിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ആ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ സമയത്ത് ഉപ്പുണ്ടോയെന്നും കൂടെ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ, ആവശ്യത്തിന് ഉപ്പ്, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഒന്നുകൂടെ ഇച്ചിരി വലിയ ഫ്ലെയിമിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ചാൽ മതി. ഇനി വേറൊന്നും തന്നെ കുറുകിക്കോളും. കടല നമ്മൾ അരച്ചുടച്ചതാണ്ട് കണ്ടോ, നന്നായിട്ട് തിളച്ച് കടല കുറുകി വരും. ഇനിയിപ്പം ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെച്ച് ഒന്ന് താളിക്കണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പം താളിക്കാനുള്ളതിന് നമുക്ക് ചെറിയ ഉള്ളി 3 ചെറിയ ഉള്ളി അരിഞ്ഞതും, കറിവേപ്പില കുറച്ച്, വറ്റൽമുളക്, ഇത്രയാണ് താളിക്കാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ മതി. എണ്ണ ചൂടാകുമ്പം 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുകിൻ്റെ കൂടെ തന്നെ ജീരകവും, നമ്മൾ ഈ അരപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ജീരകം കൂടെ ചേർത്ത് അരയ്ക്കാം. എനിക്കത് അരപ്പിൻ്റെ കൂടെ ചേർക്കാൻ വലിയ താല്പര്യമില്ല, ഞാനിവിടെ ചേർക്കാറില്ല. അതുകൊണ്ട് ഞാൻ കടുക് വറക്കുമ്പം അതിൻ്റെ കൂടെ ചേർക്കുന്നത്. അപ്പം ജീരകവും കൂടെ ഇട്ട് കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം ജീരകവും കടുകൊക്കെ കടുക് പൊട്ടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും ഒക്കെ ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി ഇത് നമുക്ക് കടലക്കറിയിലോട്ട് ചേർക്കാം. ഇതും കൂടെ ആയാൽ നല്ല സൂപ്പർ ഒരു കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. ഞാൻ ഇടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ എന്നാലും ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻസൊക്കെ ഇടണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ
ഇനി വല്ലതും എക്സ്ട്രാ ഇതിൽ വല്ലതും ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ശരിയാകുന്നില്ല, എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻസിലൂടെ അറിയിക്കുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.